محمد وآله وصحبه أجمعين أما بعد. മഹാനായ സഹാബിവര്യൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് കലശലായ രോഗബാധിതനായ ഒരു മകൻ ഉണ്ടായിരുന്നു. സാധാരണ പോലെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ തോട്ടത്തിലേക്കും പള്ളിയിലേക്കും പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു അദ്ദേഹം. അതിനിടെ അദ്ദേഹത്തിൻ്റെ കുട്ടി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി. ഭാര്യ ഉമ്മു സുലൈം അദ്ദേഹം ഇല്ലാത്ത സമയത്ത് തന്നെ മരണം സംഭവിച്ചതുകൊണ്ട് മരണാനന്തര കർമ്മങ്ങളൊക്കെ കൃത്യമായി അദ്ദേഹം നിർവഹിച്ചു. മകനെ കുളിപ്പിച്ച് പുതപ്പിച്ചതിന് ശേഷം ഉറങ്ങുകയാണ് എന്ന് തോന്നുന്ന വിധം കിടന്നയിടത്ത് അതേപടി ആ കുഞ്ഞിനെ കിടത്തി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മടങ്ങി വന്ന് സ്വാഭാവികമായി മകനെക്കുറിച്ച് തിരക്കി. അവൻ നേരത്തെ ഉള്ളതിലും ശാന്തനായിരിക്കുന്നു എന്ന് മാത്രം ഉമ്മു സുലൈം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ ഉമ്മു സുലൈം ഭർത്താവിന് വേണ്ടിയുള്ള ഭക്ഷണം റെഡിയാക്കി. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹം ഭാര്യയെ ശാരീരിക ബന്ധത്തിന് ക്ഷണിക്കുകയും അവർ തമ്മിൽ ബന്ധപ്പെടുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ ശേഷം ഉമ്മു സുലൈം ഭർത്താവിനോട് പറഞ്ഞു, ഇനി താങ്കൾ കുഞ്ഞിനെ മറവ് ചെയ്യും. ഭാര്യയുടെ വളരെ വിചിത്രമായ പ്രവൃത്തിയെക്കുറിച്ച് പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സൂചിപ്പിച്ചു. നിങ്ങൾ ഇന്നലെ രാത്രി ഇണചേർന്നു എന്ന് മാത്രമായിരുന്നു പ്രവാചകന്റെ മറുചോദ്യം. അതേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ അല്ലാഹുവേ, അവരിൽ ഇവരിലും നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ രാത്രിയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെയും ബറക്കത്ത് കാരണമായി 9 മാസങ്ങൾക്ക് ശേഷം ഉമ്മു സുലൈം ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. ആദ്യം തന്നെ ആ കുഞ്ഞിനെയുമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോകാനായിരുന്നു ഉമ്മു സുലൈമിൻ്റെ നിർദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞിനെ കയ്യിലെടുക്കുകയും അബൂ തൽഹ കൊണ്ടുപോയ കാരക്ക ചവച്ച് കുഞ്ഞിന് മധുരം നൽകുകയും അബ്ദുള്ള എന്ന പേര് വയ്ക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകുമ്പോൾ അതിന് ഏറ്റവും നല്ല സൗന്ദര്യമുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഉമ്മു സുലൈമും അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. ഈ സംഭവം ഒരുപക്ഷെ നമുക്ക് തെറ്റായി മനസ്സിലാക്കി ഉമ്മു സുലൈമിന് മാതൃത്വമില്ലാത്തവരെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ പ്രത്യേകം ഈ ചരിത്ര സന്ദർഭം ശ്രദ്ധിക്കണം എന്ന് ഇത് ഉദ്ധരിക്കുന്ന ചരിത്രകാരന്മാരും മുഹദ്ദിസുകളും രേഖപ്പെടുത്തുന്നുണ്ട്. മറിച്ച് അതിശക്തമായ വിശ്വാസത്തിൻ്റെയും ഈമാനിൻ്റെയും അടിത്തറയുള്ള അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. പേടിച്ചതുകൊണ്ട് മാത്രം, ഭയപ്പെട്ട് കരഞ്ഞിരുന്നത് കൊണ്ട് മാത്രം തൻ്റെ മരണപ്പെട്ട കുട്ടി തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഹൃദ്യമായ ഈമാനിൻ്റെ ഉടമയുള്ള സ്ത്രീ. തൻ്റെ ഭർത്താവിൻ്റെ ഒരു രാത്രി നശിപ്പിക്കേണ്ടതില്ല എന്ന് കരുതിയ കർത്തവ്യബോധമുള്ള ഒരു ഇണ. ഭക്ഷണം കഴിച്ച് ഭർത്താവ് വിശ്രമിച്ചുണർന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം അറിയിക്കാമെന്നായിരുന്നു അവരുടെ പദ്ധതി. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അതിലും വലുതായിരുന്നു. സഹാബികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിലും സന്താപത്തിലും ഒരേപോലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ സമ്പൂർണ്ണ തൃപ്തി അടഞ്ഞവരായിരുന്നു എന്ന് കാണാൻ കഴിയും. സന്തോഷത്തിലും സന്താപത്തിലും വേദനകളിലുമൊക്കെ നമുക്ക് ഇതേപോലെ അള്ളാഹുവിൻ്റെ വിധിയിൽ ഉറച്ച വിശ്വാസം സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഉമ്മു സുലൈമിൻ്റെയും ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിധിയിൽ ഉറച്ച് വിശ്വസിക്കുന്ന, സന്തോഷത്തിലും സന്താപത്തിലും അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുന്നവരിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.